അപ്പൊ നമ്മുടെ കേരള നാടിനെ ഓക്കെ. റെപ്രസെന്റ് ചെയ്യുന്ന മൂന്നാളുകൾ മാത്രമല്ല ഒന്നിലും നീല. വീട്ടിൽ ഫസ്റ്റ് ഇപ്പൊ CUT ജോയിൻ ചെയ്യുന്ന പാരന്റ്സ് പറഞ്ഞു CUT ഇതെന്താ സാധനം ചോദിച്ചു. നമ്മളെ മലയാളീസ് എന്ന് പറയാൻ ഹിന്ദിക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ ഫ്രണ്ട്സ് എല്ലാം ഭയങ്കര ഇതാണ്. ആരെങ്കിലൊക്കെ സിവിൽ സർവീസോ IAS പ്രിപ്പറേഷൻ ഒക്കെ എന്തുണ്ടോ? അപ്പൊ നമുക്ക് അവിടെ പ്രയോറിറ്റി ഉണ്ട് അല്ലേ? ഒരുപാട് ആൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ CUT എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട്. എന്താണ് അവരോട് ലാസ്റ്റ് ആയിട്ട് അത് എഴുതി അച്ചീവ് ചെയ്ത് ആ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ഒരാളെന്ന രീതിയിൽ അല്ലാതെ ഫൈനൽ അഡ്വൈസ്. ഹൈ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജ്യൂപോഡ് CUT. അപ്പൊ നമ്മുടെ CUTയുടെ നമ്മുടെ മുന്നേ ഇവിടെ പഠിച്ചിറങ്ങിയ പല കുട്ടികളുമായിട്ടുള്ള അലൂമിനി സെഷൻസ് അല്ലെങ്കിൽ അലൂമിനീസ് ആയിട്ടുള്ള ഇന്റർവ്യൂ സെഷൻ നമ്മൾ നിങ്ങളുമായിട്ട് പറഞ്ഞിരുന്നു. കാരണം നിങ്ങൾക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം അവർ പഠിച്ചിറങ്ങിയ രീതികൾ, അവർ പഠിച്ച സ്ട്രാറ്റജികൾ, അവർ പോയ വഴികൾ, അതൊക്കെ ആസ് എ ഒരു CUT ആസ്പിരന്റ് എന്ന രീതിയിൽ നിങ്ങൾക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് പിന്നെ നമ്മുടെ ഒരു സ്റ്റുഡന്റ് ആയിട്ടുള്ള ഫാബിൻ ആണ്. ഫാബിൻ, വെൽക്കം ടു എജ്യൂപോഡ്. താങ്ക് യു സാർ, താങ്ക് യു. ഫാബിൻ ഒരു ഫാബിസ് അല്ലേ നിന്റെ പേര്? ഫാബിസ് അല്ലേ? ഫാബിസ്, ഫാബിസ്. ഓക്കെ, ഞാൻ ഓക്കെ. ആദ്യമായിട്ടാണ് ഫാബിസ് എന്ന് പറഞ്ഞ ഒരു പേര് കേൾക്കുന്നത് കേട്ടോ. ഐ മീൻ നമ്മള് ഇതുപോലെ പല ആ. ഒരുപാട് കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറെ പുതിയ പുതിയ പേര് അങ്ങനെ എന്റെ പേരിലേക്ക് നോട്ട് എന്റെ കോൺടാക്റ്റിലേക്ക് നോട്ട് ചെയ്യപ്പെട്ട ഒരു പുതിയ പേരാണ് ഫാബിസ്. ഫാബിസ്, ഓക്കെ, നമുക്ക് ആദ്യം കുറച്ച് നിന്നെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് നേരെ പരിപാടി എടുക്കാം. ആക്ച്വലി വെർ യു ഫ്രം? ഞാൻ ഫ്രം കൊല്ലമാണ്, കൊല്ലം. കൊല്ലത്താണ് ഫാബിസ് വരുന്നത്. പിന്നെ എങ്ങനെയാടാ പിന്നെ നമ്മളിപ്പോ ഈ CUT ഒക്കെ നീ ഏത് കോളേജിലാണ് പഠിക്കുന്നത് ഇപ്പോ? ഞാനിപ്പോ സാക്കിർ ഹുസൈൻ കോളേജിലാണ്. ഡൽഹി ന്യൂഡൽഹിയിലെ യൂണിവേഴ്സിറ്റിയിലെ സാക്കിർ സാക്കിർ ഹുസൈൻ. ഹുസൈൻ കോളേജ് അല്ലേ? ഓക്കെ, നമുക്ക് സാക്കിർ ഹുസൈനിലെ ഓക്കെ. അവിടേക്കുള്ള യാത്ര തുടങ്ങിയ സ്ഥലത്തെ പറ്റി ആദ്യം ഡിസ്കസ് ചെയ്യാം. എവിടെ +1 +2 എവിടെ പഠിച്ചത്? ഞാൻ +1 +2 കൊല്ലം കോയിക്കൽ സ്കൂളിലാണ് പഠിച്ചത്. ആ, ഗവൺമെന്റ് സ്കൂൾ അല്ലേ? ആ, ഗവൺമെന്റ് സ്കൂൾ. +1 +2 അവിടെയാണ് പഠിച്ചത്. ഓക്കെ, പിന്നെ ഏതാണ് ഇപ്പൊ ഡിഗ്രി ഏത് കോഴ്സാണ് ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ ചെയ്യുന്നത് BA ഹോണേഴ്സ് ഹിസ്റ്ററി. ഹിസ്റ്ററി. ആ, ഓക്കെ. അപ്പൊ സാക്കിർ ഹുസൈനിൽ പറ്റിയ ആ. സ്ഥലം ബെസ്റ്റ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നീ യെസ്, ശരിക്കും ഈ യെസ്. CUT പറ്റി കേൾക്കുന്നത്? CUT പറ്റി കേൾക്കുന്നത് ഞാൻ കുറെ, എനിക്ക് ഡൽഹിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് ഡൽഹി. ആ, നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. കാരണം ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ കൊല്ലല്ലാതെ വിട്ട് ഞാൻ വേറെ സ്ഥലത്തോട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല. ആ, സോ അപ്പൊ എനിക്ക് ഇങ്ങനെ പുറത്തു പോയി പ്ലസ് ടു ശേഷം പഠിക്കണം പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ CUT പറ്റി ഇങ്ങനെ അറിയുന്നത്. യൂട്യൂബിൽ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്താണ് ഇങ്ങനെ കണ്ടത്. അങ്ങനെ CUT ഓരോ ഇന്റർവ്യൂസ് ഓരോന്ന് ഞാൻ കേൾക്കാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ എജുപോർട്ടിന്റെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും എല്ലാ ദിവസവും ഇങ്ങനെ. ആ. കേൾക്കാവോ? ഓക്കെ, കേൾക്കാം. ആ, ഓക്കെ. അങ്ങനെയാണ്. ആ, ഓക്കെ, ഓക്കെ. അങ്ങനെയാണ് CUT എന്താണ്, CUT അതെങ്ങനെയാണ് എഴുതുന്നത്, +2 ശേഷമാണ് എഴുതുന്നത്, അതിന്റെ ഒരു ഐഡിയ ഒക്കെ മനസ്സിലായത്. അപ്പൊ നമ്മള് വീട്ടിൽ ചോദിച്ചു ഇങ്ങനെ CUT എഴുതാം, എക്സാമിന്റെ കാര്യം ഇങ്ങനെ വീട്ടിൽ ചോദിച്ചു. അപ്പൊ അവർക്കൊന്നും അതിനെ പറ്റി അങ്ങനെ അറിയില്ല, എന്താണ് ഉം. CUT എന്ന് അറിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഇവിടെ ഇതേ സമയം ഞാൻ നാട്ടിൽ കഴിഞ്ഞ വർഷം ഓരോരുത്തർ ഇന്റർവ്യൂ ഇങ്ങനെ ജൂപോണ്ട് കാണുക. എനിക്ക് ഓർമ്മയുണ്ട്, ഷിത എന്ന് തോന്നുന്നു, എനിക്ക് യെസ്, തോന്നുന്നു. യെസ്. ഉം. ഞാൻ കഴിഞ്ഞ വർഷം ഇതേ കണക്ക് വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അവര് ആ. എങ്ങനെ പ്രിപ്പയർ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ ഞാൻ വീട്ടിൽ പറഞ്ഞു, എജുപോർട്ടിൽ ജോയിൻ ചെയ്തു. അങ്ങനെയാണ് ഇങ്ങോട്ട് എത്തിയത്. വീട്ടിൽ ഫസ്റ്റ് ഇപ്പൊ CUT ജോയിൻ ചെയ്യുന്ന പാരന്റ്സ് പറഞ്ഞു CUT ഇതെന്താ സാധനം ചോദിച്ചോ. തീർച്ചയായിട്ടും ആദ്യം സീറോ സപ്പോർട്ടായിരുന്നു. അവർക്ക് ഇതെന്താ സംഭവം എന്ന് അറിയില്ല, മനസ്സിലായോ? ഉം. എന്താണ് CUT ഒന്നും അറിയില്ല. അവിടെ ആരും, നമ്മുടെ ഏരിയയിൽ ആരും ഇത് കണക്ക് CUT എഴുതി ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊന്നും ആരും ഉം. പഠിക്കുന്നതും ഇല്ല. സോ അവർക്ക് എന്താണ് CUT എന്ന് അറിയില്ല. അപ്പൊ നമ്മളിങ്ങനെ ഓരോ ഇന്റർവ്യൂ ഓരോ കാര്യങ്ങളും ഇത് കണക്കുള്ളത് കാണിച്ചു കൊടുക്കുക. ഉം. പറഞ്ഞപ്പോ പറഞ്ഞ ഓക്കെ എന്നാ എഴുതി നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇത് ഭയങ്കര കുറെ ആൾക്കാർ ഇതെന്താണ്, അതിൽ നിനക്ക് കിട്ടുമോ എന്നാണ് എന്റെ അടുത്ത് ചോദിച്ചത് ഉം. ആദ്യമേ. ഉം. 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 അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, എന്തൊക്കെയാണ് എഴുതി നോക്കാം, ഉം. എടുത്തെടുത്ത് വെച്ച് കാണാം. ആ, അങ്ങനെയാണ് യെസ്. CUT പ്രിപ്പയർ വെരി ഗുഡ്. സ്റ്റാർട്ട് ചെയ്യുന്നത്. നൈസ്. അല്ല, അപ്പൊ നീ ഹിസ്റ്ററി എടുക്കണം ഓൾറെഡി ആദ്യം തീരുമാനിച്ചിരുന്നു അല്ലേ? ആ, ഞാൻ കൊമേഴ്സ് വിത്ത് പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു പഠിച്ചിരുന്നത്. ഉം. എനിക്ക് ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റ്. പക്ഷെ ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കാതെ കൊമേഴ്സ് വിത്ത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ് ഞാൻ +1 +2 പഠിച്ചത്. ഉം. അല്ല, അപ്പൊ അവിടെ ഹിസ്റ്ററി ഉണ്ടാവില്ലല്ലോ. ഇല്ലില്ല, അവിടെ ഹിസ്റ്ററി ഇല്ല. പക്ഷെ എനിക്ക് ഹിസ്റ്ററി പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഇപ്പൊ ഇവിടെ BA ഹോണേഴ്സ് ഹിസ്റ്ററി എടുത്തത്. ഓക്കെ, അപ്പൊ നീ അവിടെ പിന്നെ +2 കൊമേഴ്സ് പഠിച്ചു, ഹ്യൂമാനിറ്റീസ് സബ്ജക്ട് ഹിസ്റ്ററി എടുക്കണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ നമ്മൾ എജുപോർട്ട് ജോയിൻ ചെയ്തു, നമ്മുടെ ഹിസ്റ്ററി ക്ലാസ് കണ്ടു. പ്ലസ് അല്ല, ഏതൊക്കെ നീ ഡൊമൈൻ സബ്ജക്ട് ഏതൊക്കെ എഴുതിയ നീ? ഡൊമൈൻ എഴുതിയത് എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, പൊളിറ്റിക്കൽ സയൻസ്. ഓ, ഓക്കെ, ശരിയാ. DU ആകുമ്പോ ഇനി ഡൊമൈൻസ് മതിയല്ലോ അല്ലെ? റൈറ്റ്. അപ്പൊ ഹിസ്റ്ററി തന്നെ പഠിക്കണം ആ, നിർബന്ധമല്ലേ? അതെ, അതെ. ആ, ഓക്കെ, ഫൈൻ, ഫൈൻ. പിന്നെ ലൈക്ക് ഹിസ്റ്ററി ഇപ്പോ തന്നെ നീ പഠിക്കണം എന്നായിരുന്നു. സാക്കിർ ഹുസൈൻ കോളേജിൽ എത്ര മലയാളികളുണ്ട് ഇപ്പൊ നിന്റെ ക്ലാസ്സിൽ? എന്റെ ക്ലാസ്സിൽ ബോയ്സിൽ മലയാളിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഗേൾസ് 2 മലയാളീസ് ഉണ്ട്. രണ്ട് മലയാളീസ് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ കേരള നാടിനെ ഓക്കെ. റെപ്രസെന്റ് ചെയ്യുന്ന മൂന്നാളുകൾ മാത്രമല്ല ഒന്നിലും നീ അല്ലേ? തീർച്ചയായും. ഇതാണ് ശരിക്കും. ഇപ്പൊ ഞാൻ മുന്നേ ഇതേപോലെ നമ്മളെ രണ്ടാൾക്കാർ ഇന്റർവ്യൂ ചെയ്തൊരു വീഡിയോ ഉണ്ട്. ഞാനത് നമ്മൾ എഡിറ്റിംഗിലാണ് റിലീസ്. അപ്പൊ ഞാൻ അവരോടും പറഞ്ഞൊരു കാര്യമുണ്ട്. അവരും നോക്കുമ്പോൾ ഒരു സ്റ്റുഡന്റ് പഠിക്കുന്നത് ഹരിയാന യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ 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 ഓക്കെ. എനിക്ക് ഈ ഫസ്റ്റ് ഇയറിൽ ആകെ ഒരൊറ്റ മലയാളികൾ മാത്രം. അതുപോലെ ഡൽഹിയിൽ പഠിക്കുന്ന കഴിഞ്ഞ വർഷം അതേപോലെ പഠിച്ച അവനിപ്പോ സെക്കൻഡ് ഇയർ ആണ്, സൂര്യ തേജസ്. അവനും ഇപ്പൊ എനിക്ക് തോന്നുന്നു അവന്റെ ക്ലാസ്സിൽ ആകെയുള്ള ഒരു മലയാളി അവനാണ്.
അപ്പൊ എന്തുകൊണ്ടാണ് ഈ മലയാളികൾക്ക് ആര്യഭട്ട അവിടേക്ക് കോളേജിലെ എത്തിപ്പെടാൻ കഴിയാത്തതെന്ന് നീ ചിന്തിച്ചിരുന്നു? എന്തായിരിക്കും മലയാളികളുടെ എണ്ണം കുറയുന്നത്? മലയാളികൾ എത്തിപ്പെടാത്തത് എനിക്ക് തോന്നുന്നു സി യു ടി എഴുതിയത് പുറത്തൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും വീട്ടുകാർ ഭയങ്കര ടെൻഷനാണ്. അയ്യോ എന്താവും പുറത്തൊരു യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാവും, കൂടെ കുറെ മലയാളീസ് ഇല്ലല്ലോ, അപ്പൊ എന്ത് ചെയ്യും, ക്ലാസ്സിൽ ഇപ്പൊ മലയാളീസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെ കുറെ പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ തന്നെ ഫസ്റ്റ് കോളേജിൽ ഫസ്റ്റ് ഡേ എനിക്ക് കയറി ചെല്ലുമ്പോൾ എനിക്ക് പേടിയായിരുന്നു, ഓ ഫുള്ള് ഹിന്ദിക്കാരാണ്, ഞാനിപ്പോ എന്ത് ചെയ്യും, അവരെന്റെ അടുത്ത് മിണ്ടുവോ, അവരെന്നെ എങ്ങനെ കാണും, അങ്ങനെ കുറെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഫുൾ ഒരു ഹിന്ദി സർക്കിളിലാണ്. ഉം. നമ്മളെ മലയാളീസ് എന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമ്മളെ ഫ്രണ്ട്സ് എല്ലാം ഭയങ്കര ഇതാണ് ഉം. നമ്മളായിട്ട്. എങ്ങനെ ഞാൻ ശരിക്കും അതിനെപ്പറ്റി ചോദിക്കും. കാരണം ഓൾറെഡി പഠിക്കുക അല്ലെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ ലൈക്ക് നമ്മൾ ഒരു ചിട്ടായ രീതിയിൽ പഠിച്ചാൽ ഇറ്റ്സ് ഓക്കെ അല്ലെ, പോസിബിൾ ആണ്. പക്ഷെ ഇപ്പൊ മെജോറിറ്റി ആളുകളുടെ ഒരു കൺസേൺ നീ പറഞ്ഞ ഒരു സാധനം, കാരണം പാരന്റ്സിന് ഭയങ്കര കൺസേൺ ഉണ്ട്. അപ്പൊ അവർ വേറെ എത്രയോ ഇപ്പൊ ലൈക്ക് നമ്മളിപ്പോ ഇവിടുന്ന് ഡൽഹി എന്ന് പറഞ്ഞാൽ നമുക്ക് ദുബായ് പോകണ അത്ര ദൂരമല്ല എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റ് എടുത്തിട്ട്, അതിനെക്കാട്ട് ദൂരമുണ്ട് ഡൽഹിയിലേക്ക്. അപ്പൊ അവിടെ കുറച്ച് ഒരുപാട് ദൂരത്തുള്ള സ്ഥലത്ത് നിൽക്കുന്നു, താമസിക്കുന്നു. നീ പറഞ്ഞ പോലെ മലയാളികളുടെ എണ്ണം കുറവാണ്. അപ്പൊ നിനക്ക് അവിടെ എത്തിയപ്പോ തോന്നിയൊരു കാര്യം, ഇപ്പൊ നീ അനുഭവിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ജസ്റ്റ് നീ അവിടെ എത്തി ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അത് നീ ബ്രേക്ക് ചെയ്ത് ഇപ്പൊ നീ ഒരു ലൈക്ക് എന്താ ഒരു ഇക്വിലിബ്രത്തിൽ എത്തിയാണ്, ഓക്കെയാണ്, നീ നിന്റെ പരിപാടികളായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്താണ് ശരിക്കും ആ കമ്പയർ ഫസ്റ്റ് ഡേ കമ്പയർ ചെയ്യുമ്പോൾ ഇതിലേക്ക് എത്തുമ്പോൾ ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നു, ലൈക്ക് അവിടുത്തെ ഒരു കൾച്ചറും അവിടുത്തെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്? ഫസ്റ്റ് ഡേ ആദ്യം എന്തൊക്കെയാലും എല്ലാ ഒരു സ്റ്റുഡന്റും ഒരു കോളേജിൽ കയറി ചെല്ലുന്നതാണ് നല്ല ടെൻഷനായിട്ടാണ് ഞാൻ കയറി ചെന്നത്. കാരണം ഫുള്ള് ഹിന്ദിക്കാർ നോർത്ത് ഇന്ത്യൻസ് ആണ്. അപ്പൊ എങ്ങനെയാണ് കോളേജിൽ ചെല്ലുമ്പോൾ ഇനിയിപ്പോ ഞാൻ എന്ത് സംസാരിക്കുമ്പോൾ അവരെന്തെങ്കിലും മനസ്സിലാവുമോ, ഇപ്പൊ ഞാൻ ഇടുന്ന ഡ്രസ്സ് അല്ല അവരിടുന്നത്, ഉം, ആ. ഡ്രസ്സിങ് സെൻസ്, അവരെ കൾച്ചർ വേറെയാണ്, അവരെ ഫുഡ് വേറെയാണ്. ഉം, ഇപ്പൊ നമ്മൾ ഡൽഹിയിൽ താമസിക്കും, അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കോളേജിൽ ഫസ്റ്റ് ഡേ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഇത് എന്താവും, ഇവര് മിണ്ടുവോ സംസാരിക്കുവോ, സാർമാരൊക്കെ എങ്ങനെ എടുക്കും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ എന്റെ അടുത്ത് വന്നപ്പോ സാറ് ഇങ്ങനെ പേര് ചോദിച്ചു എവിടുന്നാന്ന് വെച്ചപ്പോ കേരള, ആ കേരള എന്ന് പറയുമ്പോൾ ഭയങ്കര സ്നേഹമാണ് ഉം, പ്രൊഫസേഴ്സ് എല്ലാം. കേരളത്തിൽ എന്ത് ഡിവിഷൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേരളത്തിൽ വരാൻ, ഞാൻ ഒരു ദിവസം കേരളത്തിൽ വരും, വീട്ടിലൊക്കെ ഓക്കെ. കൊണ്ടുപോകുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ആ തീർച്ചയായിട്ടും കൊണ്ടുപോകുന്നു ചോദിച്ചു. അത് കേരള അപ്പോഴത്തേക്കാണ് സ്റ്റുഡൻസ് എല്ലാം ഓക്കെ നമ്മൾ കേരളത്തിൽ നിന്നാന്ന് വരുന്ന ഭയങ്കര നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. കാരണം അവരെല്ലാം പറഞ്ഞാൽ നമ്മൾ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ആ. കേരളക്കാർ. അപ്പൊ നമുക്ക് അവിടെ പ്രയോറിറ്റി ഉണ്ട് അല്ലേ, തീർച്ചയായിട്ടും ഉണ്ട്. സ്പെഷ്യൽ VIP പ്രിവിലേജ് ഉണ്ട്, പിന്നെ എന്ത് പേടിക്കാനാ? തീർച്ചയായിട്ടും യെസ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മള് പിന്നെ നിന്റെ ഒരു സ്റ്റഡി സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? പ്ലസ് ടുവിന്റെ കൂടെ നീ ഏത് സമയത്താണ് CET നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്തിരുന്നത്? തുടക്കം മുതൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ഒരു സമയത്തായിരുന്നു? ഞാൻ ക്രിസ്മസ് എക്സാമിന് ശേഷം ആണ് കയറിയത്. എനിക്ക് തോന്നുന്നു ഞാനൊരു ജാനുവരി 6-നാണ് കറക്റ്റ് എജുപോർട്ടിൽ ജോയിൻ ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ആയിരിക്കും. യെസ്. ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്നത് പറഞ്ഞാല് ക്ലാസ് ഇരുന്ന് രാവിലെ കുറച്ച് കാണും, എജുപോർട്ടിന്റെ ക്ലാസ്സുകൾ കുറച്ച് കണ്ട് കുറച്ച് നോട്ട് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം രാത്രി ഇരുന്ന് പഠിക്കുന്നത്, അതാകുമ്പോ സമാധാനം, ആരും കാണില്ല. ഞാൻ ഒറ്റ ഇരുന്ന് ഇപ്പൊ ഇവിടെ തന്നെ ഇന്റേണലിന് പഠിക്കുന്നത് അങ്ങനെ, ഞാൻ നൈറ്റ് ഇരുന്ന് കുറെ നേരം അങ്ങ് പഠിക്കും. അപ്പൊ ഇരുന്നിട്ട് കുറെ നേരം ഇങ്ങനെ ക്ലാസ് നോട്ട് നമ്മൾ രാവിലെ കുറച്ച് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കും, അത് രാത്രി ഇന്ന് നമ്മളിപ്പോ എത്ര നേരം പഠിക്കുന്നതല്ല കാര്യം, നമ്മൾ പഠിക്കുന്നത് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ എന്ത് പഠിക്കുന്നു എന്നതിലാണ് കാര്യം. നൂറ് കാരണം കുറെ ശതമാനം കണ്ടന്റ് ഉണ്ടാവും അതിൽ യെസ്. നമുക്ക്, കുറെ 100%. കണ്ടന്റ് ഉണ്ടാവും അതിൽ നമുക്ക് വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ നമ്മുടെ ക്ലാസ് കാണുമ്പോൾ കുറെ ക്ലാസ് ഉണ്ടാവും, അതിൽ നിന്ന് നമുക്ക് വേണ്ടത് നമ്മൾ ഷോർട്ട് പോയിന്റ് ആയിട്ട് എഴുതി വെക്കും, എന്നിട്ട് നൈറ്റ് അത് പഠിക്കും. പിന്നെ മെയിൻ ആയിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ PYQ ആണ്. അത് ഏറ്റവും കിടിലൊരു ഒരു സംഭവമാണ് PYQ. അത് നമുക്ക് എക്സാം എഴുതുമ്പോൾ മനസ്സിലാവും നമ്മൾ എത്ര PYQ ചെയ്തതിൽ കറക്റ്റ് വരും. നമ്മൾ അത് ചുമ്മാ മൊബൈലിൽ സ്ക്രോൾ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഒരു കടയിൽ ചെന്ന് ഞാൻ അങ്ങനെ പ്രിന്റ് എടുക്കും, രാവിലെ പോയിട്ട് എല്ലാം പ്രിന്റ് എടുക്കും, എന്നിട്ട് രാവിലെ മൊത്തം ഞാൻ കളിച്ചു നടക്കും. എന്നിട്ട് രാത്രി ഞാൻ ഒരു 9 മണി തൊട്ട് 2 മണി 3 മണി വരെ ഇതിരുന്ന് ടിക്ക് ചെയ്ത്, കാരണം പേപ്പർ എടുത്ത് ടിക്ക് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിൽ അത് കറക്റ്റ് വരും. യെസ്. യെസ്. നമ്മൾ മൊബൈലിൽ നോക്കി കഴിഞ്ഞാൽ അത്ര ശരി, ശരി. വരില്ല. അതെ. പിന്നെ ടെക്സ്റ്റ് ചെയ്താൽ അങ്ങനെയാണ് NCERT ചെയ്യുന്നത്. അല്ലേ ഫോളോ ചെയ്ത്? NCERT ആണ്. NCERT ടെക്സ്റ്റ് ബുക്ക് വാങ്ങി. ഓക്കെ, ഞാൻ Right. ഇപ്പൊ ഓൺലൈൻ വാങ്ങിയതാണ്, ഞാനിപ്പോ എനിക്ക് ഇതേപോലെ ആമസോണിലൊക്കെ കിട്ടും. കുട്ടികളോട് പറഞ്ഞൊരു കാര്യം, അപ്പൊ അവർ പലരും ഈ ഓൺലൈൻ ആകുമ്പോൾ ടാബ് ആയിക്കോട്ടെ മറ്റു പല സാധനങ്ങളായിക്കോട്ടെ ഇവരെന്ത് ചെയ്യും, ഈ PDF ആയിട്ടും ഓൺലൈൻ ആയിട്ടും സാധനമാകും. ഇത് നമുക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം, എന്നാൽ ഒരു 90% ഇതിൽ ഏറ്റവും വർക്ക് ആണെങ്കിൽ നമുക്ക് ഒരു ഓഫ്ലൈൻ എന്താ പറയാ, ഇതിന്റെ സോഫ്റ്റ് കോപ്പി അല്ല ഹാർഡ് കോപ്പിയാണ് ഏറ്റവും നല്ലത്. നീ പറഞ്ഞ പോലെ പ്രിന്റ് എടുത്ത് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത്. പ്രിന്റ് എടുത്ത് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് എക്സാം എഴുതാണ്, നമുക്കത് പഠിക്കുകയാണ്, നമ്മുടെ മൈൻഡിലേക്ക് ആ സാധനം കയറും. മൊബൈലിലാകുമ്പോഴും പിന്നെ നമ്മൾ ടാബിൽ നോക്കുന്നതിന് ഏറ്റവും നല്ലത് നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്ക് വേറെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. നീ പറഞ്ഞ വളരെ ഇല്ല. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ എക്സാം എങ്ങനെയാണ്? ഫസ്റ്റ് എക്സാം ഓൺലൈൻ ആയിരുന്നു ഓഫ്ലൈൻ ആയിരുന്നു നിനക്ക്? എനിക്കെല്ലാം ഓൺലൈൻ എക്സാം ആയിരുന്നു. മൊത്തം ഓൺലൈൻ ആയിരുന്നു എല്ലാം. അല്ലേ? നീ ഇപ്പോ സെക്കൻഡ് ഇയർ അല്ലേ, ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു? ഇവിടെ ഫസ്റ്റ് സെമിസ്റ്ററിന്റെ എക്സാം നടക്കുന്നേ ഉള്ളൂ എനിക്ക് ഇവിടെ ഓക്കെ. ഡിഗ്രി. നീ യെസ് ഈ വർഷം നീ അഡ്മിഷൻ എടുത്താണ്, റൈറ്റ് റൈറ്റ് റൈറ്റ്.
ഓക്കെ. ഡിസംബർ 12-നാണ് എനിക്ക് കോർ സബ്ജക്ട് ഹിസ്റ്ററി ഓഫ് ഇന്ത്യയുടെ എക്സാം. ആ റൈറ്റ് റൈറ്റ് റൈറ്റ്, ഓക്കെ ഓക്കെ. പിന്നെ എങ്ങനെയായിരുന്നു പിന്നെ എജുപോർട്ട് നിങ്ങൾ എത്രത്തോളം ഈ ഒരു ജേർണിയിലേക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ, പ്രൊമോഷൻ അല്ലാതെ തള്ളാതെ നോർമൽ കാര്യങ്ങൾ പറഞ്ഞാൽ? നോർമലി മെയിൻ ആയിട്ട് ക്ലാസ് ആണ്, കാരണം നമ്മളിപ്പോ +1 +2 പഠിക്കാത്ത ടോപ്പിക് ഈ CUT-യിൽ ഉണ്ട്. ഉം. മനസ്സിലായോ? നമ്മൾ പഠിച്ച ചില ടോപ്പിക്ക് ഈ CUT-യിൽ ഇല്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന, അതായത് +1 +2 പഠിക്കുന്ന ചില ടോപ്പിക്കുകൾ ഇതിനകത്തില്ല, പഠിക്കാത്ത ടോപ്പിക്കുകൾ കാണും. കാരണം NCERT-യിലുള്ള എല്ലാ കോളേജ് സ്കൂളിലും അങ്ങനെ പഠിപ്പിക്കാറില്ല. യെസ് യെസ്. അപ്പൊ ഇതിൽ നമ്മൾ അതില് വേണ്ടത് നമുക്ക് വേണ്ടതാണല്ലോ എജുപോർട്ട് ക്ലാസ്സിൽ തരുന്നത്, ഉം. മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. പിന്നെ അതിൽ നിന്ന് തന്നെ എജുപോർട്ടിൽ നിന്ന് തന്നെ എനിക്ക് കുറെ PYQs കിട്ടിയിട്ടുണ്ട്. ഉം. ഇതെല്ലാം നമ്മൾ ചെന്ന് പ്രിന്റ് എടുക്കുന്നത് ഞാൻ റെഡ് പെൻ ഉപയോഗിച്ചാണ് ചെയ്തത്. കാരണം റെഡ് പെൻ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെടും. നമ്മളിപ്പോ അണ്ടർലൈൻ ചെയ്ത് നോട്ട് പ്രിപ്പയർ ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് ടിക്ക് ചെയ്ത് പഠിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മളെ മനസ്സിൽ കയറും. അതാണ് ഈ ഹൈലൈറ്റ് ചെയ്ത് നമ്മളിപ്പോ എക്സാമിനായാലും ഇവിടെ തന്നെ ഇന്റേണൽ എക്സാം എഴുതുമ്പോൾ തന്നെ നമ്മൾ എല്ലാം അണ്ടർലൈൻ ചെയ്ത് ആണ് ചെയ്യുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് ഹൈലൈറ്റ് ആവും. വെരി ഗുഡ് വെരി ഗുഡ്. അല്ല, ഞാനതിനാണ് ഇപ്പൊ ശരിക്കും ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ വേണ്ടി പറഞ്ഞത്. നമ്മളൊരു NCERT-യിൽ റീഡിംഗ് റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മളൊരു ചാപ്റ്റർ ഒരു തവണ വായിച്ച് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് വെക്കണം. സെക്കൻഡ് റിവിഷൻ എത്തുമ്പോൾ ആ പോയിന്റ് എത്തുമ്പോൾ നമ്മൾ വായിക്കാതെ ആ ടോപ്പിക് നമ്മുടെ മൈൻഡിലേക്ക് വരണം. അങ്ങനെ നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ ശരിക്കും തീർച്ചയായും തീർച്ചയായും. നമുക്ക് ഇത് എഫക്ട് ആയി റെഡി. അതുപോലെ തന്നെ ഇപ്പൊ നീ ഇപ്പൊ ഈ നമ്മളൊരു NCERT ടെക്സ്റ്റില് അവരാ ഈ ടെക്സ്റ്റിൽ ചെറിയ നമ്മൾ കാണാതെ തന്നെ ഒരു കുട്ടി വന്നിങ്ങനെ നിൽക്കുന്ന കാർഡ്ബോർഡ് ഒക്കെ പിടിച്ചിരിക്കുന്നത് കണ്ടില്ല, അതേ യെസ് യെസ്. കണക്കുള്ളതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അല്ല, തീർച്ചയായിട്ടും ശരിക്കും വരാനുള്ളത്. NCERT ക്വസ്റ്റ്യൻ ആണ് ശരിക്കും എക്സ്ട്രാ പോയിന്റ് എന്ന് പറഞ്ഞ ബോക്സ് കൊടുത്തിട്ടുള്ളത് ശരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ. നമ്മളിപ്പോ തീർച്ചയായും ശരിക്കും +2 നമ്മൾ ബോർഡ് മാത്രം നോക്കുക. +2 എക്സാമിന് മാർക്ക് വാങ്ങാൻ എന്ത് മതി. ഇപ്പൊ ഞാനൊരു പൊളിറ്റിക്കൽ സയൻസ് എടുക്കുന്ന ടീച്ചറാണ്, എനിക്കറിയാം ഒരു കുട്ടി എന്ത് പഠിച്ചാൽ ശരിക്കും +2-ൽ 80/80 മാർക്ക് വാങ്ങണം എന്നുള്ളത്. നമ്മളിപ്പോ അതേ കുട്ടിയോട് പറയുള്ളൂ. കാരണം നമ്മളിപ്പോ എജുപോർട്ട് ഒരു കോഴ്സ് ഒരു കുട്ടി +2 ചൂസ് ചെയ്ത ആ കുട്ടീന്റെ ആഗ്രഹം 80/80 വാങ്ങണം. അപ്പൊ അത് നമ്മൾ ബോർഡ് ബാച്ചിലെ കുട്ടിക്ക് നമ്മൾ അതേ ഒരു കൊടുക്കുള്ളൂ, നീ ഇത് പഠിച്ചാൽ മതി നിനക്ക് ഇത് കിട്ടും. പക്ഷെ CUT ബാച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഓൾ ഓവർ പ്രധാനപ്പെട്ട എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കേണ്ട കാര്യങ്ങൾ പറയണം. അതുപോലെ തന്നെ എപ്പോഴും ഞാൻ ഏത് ടോപ്പിക് ക്ലാസ് എടുത്താലും പറയുന്ന സാധനം ടെക്സ്റ്റ് ബുക്ക് ഇസ് വെരി മാൻഡേറ്ററി. ടെക്സ്റ്റ് ബുക്ക് വായന വളരെ ഇമ്പോർട്ടന്റ് ആണ് NCERT, എസ്പെഷ്യലി നമ്മൾ ഒരു ആർട്സ് സബ്ജക്ട് എടുക്കണല്ലോ, അതിന് വായന അത്രത്തോളം നിർബന്ധം. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം, പിന്നെ നമ്മളെ നാട്ടിലെ കോളേജും ഇപ്പൊ നീ ഇപ്പോൾ ഡൽഹി സാക്കിർ ഹുസൈനിലെത്തി, എന്താണ് നിനക്ക് തോന്നിയൊരു ഡിഫറൻറ്റ് എന്താണ് അവിടെ എത്തിയപ്പോ CUT കഴിഞ്ഞ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിയപ്പോൾ തോന്നിയൊരു ഡിഫറൻറ്റ്? ഞാൻ ഡൽഹിക്ക് വരുന്നതിന് മുമ്പ് നാട്ടില് ഒരു 2 മന്ത് പൊളിറ്റിക്കൽ സയൻസ് ഓണേഴ്സ് ഞാൻ നാട്ടിലൊരു കോളേജിൽ ചെയ്തായിരുന്നു. ഞാൻ അപ്പൊ തന്നെ ഞാൻ പ്രിൻസിപ്പളിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഡൽഹി പോകാനാണ് ഇഷ്ടം, എനിക്ക് ഇവിടെ പഠിക്കാൻ അത്ര താല്പര്യമില്ലെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ഓക്കെ, നിനക്ക് അവിടെ കിട്ടിയാൽ നീ പൊക്കുവാകുന്നൊരു പ്രശ്നമുള്ള കാര്യങ്ങളല്ല. അപ്പൊ ഇങ്ങനെ ടീച്ചേഴ്സും ഇങ്ങനെ CUT കിട്ടി എന്ന് പറയുമ്പോ ടീച്ചേഴ്സും എന്നെ കുറെ സപ്പോർട്ട് ചെയ്തു നാട്ടിലെ കോളേജിലെ. ഓക്കെ പോണം, തീർച്ചയായിട്ടും പൊക്കോ എന്ന് പറഞ്ഞു. നാട്ടിലെ കോളേജും തമ്മിൽ, നാട്ടിൽ ഫുള്ള് മലയാളീസ് ആണല്ലോ, അപ്പൊ നമുക്ക് മലയാളി വൈബാണ്. ഇവിടെ അതാണല്ല, പല തരത്തിലുള്ള ആൾക്കാരാണ്, പല സ്ഥലങ്ങളിൽ നിന്ന് പല കൾച്ചർ ആയിരിക്കും അവർക്ക്, നല്ല രസമായിരിക്കും എല്ലാവരുമായിട്ട്. കാരണം നമ്മളിപ്പോ എന്റെ കോളേജിൽ പ്രത്യേകം സാക്രിഫൈസ് കോളേജിൽ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്, കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്ന ആൾക്കാരുണ്ട്, അപ്പൊ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് നമ്മളെല്ലാം ഒരു ഗ്യാങ് ആണ് ഇപ്പോ. അപ്പൊ നല്ല രസമാണ് ഹിന്ദിക്കാരുമായിട്ട്. എത്ര ലാംഗ്വേജ് പഠിച്ചു ഇപ്പൊ? ഇപ്പൊ അത്യാവശ്യം ഹിന്ദി അറിയാം, പിന്നെ ഒരു ഹിമാചലിൽ ഒരു ലാംഗ്വേജ് ഉണ്ട്. എന്റെ ഒരു ഫ്രണ്ട് ഹിമാചൽ പ്രദേശിൽ നിന്നു. അപ്പൊ പുള്ളി ഒരു കിനോറി ലാംഗ്വേജ് എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ് അവിടെ സംസാരിക്കുന്നത്. അപ്പൊ അത് കുറച്ചൊക്കെ പഠിച്ചു. നമ്മളെ വരെ മലയാളം പഠിപ്പിക്കും, അവര് നമ്മളെ ഇന്ത്യ കണക്കുള്ള ലാംഗ്വേജസ് പഠിപ്പിക്കും. ശരിക്കും അല്ലേ, നമുക്ക് ശരിക്കും നമ്മള് ഇല്ല നമ്മൾ ശരിക്കും ഇപ്പൊ ഞാൻ പലപ്പോഴും കുട്ടികൾ പറഞ്ഞ സാധനം, ഇപ്പൊ നമ്മൾ കേരളത്തിൽ ഇപ്പൊ നമ്മളെ ക്ലാസ് റൂമിൽ നമ്മളെ വൈബിളുള്ള കുട്ടികളായിരിക്കും, നമ്മളെ നാട്ടിൽ നിന്ന് കാണുന്ന കുട്ടികളായിരിക്കും. അതിനപ്പുറത്തേക്ക് നമ്മുടെ രാജ്യം കുറച്ചും കൂടി വലുതാണ്, നമുക്ക് എന്തൊക്കെയൊക്കെ ചെയ്യാണ്ട് എന്നുള്ളൊരു തോന്നലൊക്കെ തോന്നി തുടങ്ങിയോ? തീർച്ചയായിട്ടും കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ. നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ നമ്മൾ ശരിക്കും നമ്മളൊന്നും അല്ല. കാരണം യെസ് ഇവിടെ എല്ലാ ആൾക്കാരും ഇവിടെ നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നത്, കാരണം എഡ്യൂക്കേഷൻ പഠിച്ച് മാത്രം വരുന്ന ഒരാൾക്കാരാണ്. ഇവിടെ അങ്ങനല്ല, പഠിക്കുന്നതിന് കൂട്ടത്തിൽ അവർ വേറെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ചില വലിയൊരു ഭയങ്കര മ്യൂസിക് കമ്പോസർമാരുണ്ട്, കുറെ ആൾക്കാർ NGO, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു NGO ഒക്കെ തുടങ്ങാൻ. അപ്പൊ കുറെ ആൾക്കാർ NGOയുടെ മെയിൻ ആൾക്കാരാണ്. അപ്പൊ നമ്മളിങ്ങനെ NGO ഒക്കെ തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ഉണ്ട്. കുറെ കുട്ടികളെ, ഈ സ്ലംസിൽ കിടക്കുന്ന കുട്ടികളെയൊക്കെ എടുത്ത് എഡ്യൂക്കേഷൻ നൽകുന്ന കുറെ ആൾക്കാരുണ്ട്, എന്റെ ഫ്രണ്ട്സ്, എന്റെ ക്ലാസ്സിലുള്ളവർ തന്നെ. എന്നിട്ടിപ്പോ നീ ആദ്യം പറഞ്ഞ ഡൽഹി മൊത്തം എക്സ്പ്ലോർ ചെയ്തോ? അത്യാവശ്യം കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇനിയിപ്പോ ചെയ്യണം. ശരിക്കും ഹിസ്റ്ററി പഠിക്കുമ്പോ ലാൻഡ് ഓഫ് ഹിസ്റ്ററി കൂടിയാണല്ലോ ഡൽഹി. തീർച്ചയായിട്ടും.
ഓക്കെ. പിന്നെ ഇനിയിപ്പോ ലൈക്ക് ഇപ്പൊ ഒരുപാട് കുട്ടികൾ ഇപ്പൊ ഉണ്ട് ഇതേപോലെ. ഇപ്പോ നമ്മളെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡെയിലി ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികൾ പുതിയ ആൾക്കാർ പല എൻക്വയറീസ് ആയി ഇനി പേഴ്സണലി കോൺടാക്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരു CUT ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഇപ്പോൾ ഏത് രീതിയിലാണ് ഇനി അവർ അവരുടെ ഇപ്പോൾ ഓൾറെഡി ക്രിസ്മസ് എക്സാം കഴിയാൻ വേണ്ടി പോവാണ്. ഇനി അവരുടെ ഒരു നെക്സ്റ്റ് നീ പറഞ്ഞ പോലെ നീയൊക്കെ പഠനം സ്റ്റാർട്ട് ചെയ്യില്ല ഒരു ജനുവരി മുതൽ നമുക്ക് സമയം കിട്ടാം. എന്തായാലും മെയ് മാസം ലാസ്റ്റ് എക്സാം നടക്കും. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസമുണ്ട്. ഈ 3 മാസമുണ്ട്. ഇപ്പൊ നമ്മൾ പ്ലസ് ടു പഠിച്ചു കൊടുക്കുന്ന കുട്ടികളാണ്. അവർ ഏത് രീതിയിലാണ് ഇപ്പൊ നീന്റെ ഒരു സ്ട്രാറ്റജി പ്രകാരം ഏത് രീതിയിൽ അവരുടെ പഠനം അവർ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഫസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് NCERT ടെക്സ്റ്റ് നല്ല പോലെ വായിക്കുക. ഒരു 2-3 പ്രാവശ്യം വായിക്കുക. അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം. നമ്മൾ ഈ വായിക്കുന്ന കാര്യം തന്നെ ആയിരിക്കും നമുക്ക് എക്സാമിലും വരുന്നത്. NCERT ടെക്സ്റ്റ് നല്ല പോലെ വായിക്കുക. എന്നിട്ട് പയ്യെ നമുക്ക് PYQ എടുക്കുക, പ്രിപ്പയർ ചെയ്യുക, നോട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. നോട്ട് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യാം അല്ലെ? നമ്മളിപ്പോ ക്ലാസ്സിൽ കാണുമല്ലോ. അപ്പൊ ക്ലാസ്സിൽ ഇപ്പോ കാണുമ്പോൾ കുറെ നോട്ടായിരിക്കും തരുന്നത്. ഉം. കുറെ വാസ്റ്റ് ആയിട്ട് ഉണ്ടാവുമല്ലോ. അതിന് ഉം. നമുക്ക് ഉം. ഉം. മെയിൻ ആയിട്ട് നമുക്കിപ്പോ പഠിക്കുമ്പോൾ മനസ്സിലാവും. അതിൽ വേണ്ട നമ്മൾ തന്നെ നമ്മളെ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഇതിപ്പോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണല്ലോ എക്സാം. അതെ അതെ. ഞങ്ങൾക്ക് ഇതിപ്പോ ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലേ എക്സാം. യെസ്, അങ്ങനെ ഓക്കെ, തന്നെയാണ്. അപ്പോ അതിൽ നിന്ന് ഒരു കണ്ടന്റിൽ നിന്ന് എങ്ങനെ എങ്ങനെ ക്വസ്റ്റ്യൻ വരാന്ന് നമ്മൾ തന്നെ ഒരു യെസ് കണ്ടന്റ് യെസ് ചെയ്ത് നമുക്ക് യെസ്. മനസ്സിലാവും. എങ്ങനെ ക്വസ്റ്റ്യൻ വരും, എങ്ങനെ അത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല ചില ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ. അപ്പൊ നമ്മൾ NCERT ടെക്സ്റ്റ് നല്ല പോലെ വായിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും യെസ്, ഈസി. ശരിക്കും നമ്മൾ ഒരു പാരഗ്രാഫ് വായിച്ചാൽ ഇന്ന് ഏതൊക്കെ രീതിയിൽ MCQ ലെവലിലേക്ക് ചോദ്യങ്ങൾ വരും ആ രീതി തന്നെ നമ്മൾ തീർച്ചയായിട്ടും. ചെയ്യും. അതുപോലെ തന്നെ എന്താണ് പിന്നെ ആഫ്റ്റർ BA ഹോണേഴ്സ് ഹിസ്റ്ററി കഴിഞ്ഞിട്ട് എന്താ നെക്സ്റ്റ് പരിപാടി? എന്തെങ്കിലുമൊക്കെ പ്ലാൻ ആക്കിണോ? പ്ലാൻ ആക്കിയിട്ടുണ്ട്. PG എടുക്കണ ഒരു ആഗ്രഹമുണ്ട്. ഉം ഇതിപ്പോ ഉം. 4th ഇയർ കോഴ്സ് അല്ലേ. ആ ഓക്കെ, യെസ്. പിന്നെ ഒരു PG വർഷം എടുക്കണ കൂടി ഒരു ഇരുന്നാൽ മതിയുള്ളൂ. ആഗ്രഹമുണ്ട്. ഓക്കെ, ഒരു വർഷം കൂടി ഇരുന്നാൽ മതി. പിന്നെ ആഫ്റ്റർ ദാറ്റ് എന്താണ് ഫ്രണ്ട് സർക്കിളിലൊക്കെ ഓരോ അഡ്മിഷൻസ് ആൻഡ് ഗോൾസ്? ആരെങ്കിലൊക്കെ സിവിൽ സർവീസോ IAS പ്രിപ്പറേഷൻ ഒക്കെ എന്തുണ്ടോ? തീർച്ചയായിട്ടും പ്രിപ്പറേഷൻസ് ഉണ്ട്. ഞാൻ അങ്ങനെ എല്ലാ കാര്യവും അങ്ങനെ ആരുടെ അടുത്ത് പറയാറില്ല. അതാണ് ഞാൻ അല്ല, അങ്ങനെ അത് പറയാത്തത്. കുഴപ്പമില്ല. അത് ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ നമുക്കത് വേണം കാരണം അവിടെ എത്തിയാനുള്ള സാധ്യതകളെ പറ്റി അറിയണം ആളുകൾ. ഇപ്പൊ ഞാൻ നീ പറഞ്ഞ പോലെ എന്തുകൊണ്ട് മലയാളീസ് അവിടെ എത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഞാൻ പോലും എന്റെ ഡിഗ്രി 3rd ഇയർ സമയത്താണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ പറ്റി ഞാൻ അറിയുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇപ്പോൾ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഇതേപോലെ ഞങ്ങളെ ടീച്ചേഴ്സ് അപ്പൊ ഞങ്ങൾക്ക് ആക്ച്വലി ഡൽഹി ഇപ്പൊ എന്നോട് ചോദിച്ച ഒരു ദിവസം ഞങ്ങൾ HOD ചോദിച്ചു, അല്ലെങ്കിൽ ഞാൻ എക്കണോമിക്സ് ചെയ്ത് ഇപ്പോൾ എന്താണ് ആഫ്റ്റർ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താണ് PG? അപ്പൊ ഞാൻ എന്റെ ജില്ലയിലുള്ള വളരെ അവിടെ ഫേമസ് ആയ കുറച്ച് കോളേജിന്റെ പേരുകൾ പറഞ്ഞു. എന്നിട്ട് സാറിനോട് ചോദിച്ചു, ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ ഇപ്പോഴും നമ്മളെ സറൗണ്ടിങ്സിൽ എന്താണോ നമുക്ക് കിട്ടുക അതും കേട്ട് അതുമായി നിന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പോഴും അപ്പൊ ഞാൻ വേറെന്താ പോകുന്നത്. അപ്പോഴാണ് സാർ ഇതേപോലെ അന്ന് CUT അല്ല, വേറെ തന്നെ എക്സാം ആണ്, എൻട്രൻസ്. അങ്ങനെ സാറ് ഇതേപോലെ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിച്ച അങ്ങനെ സാറ് പിന്നെ കുറെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആയിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ഞങ്ങൾ ആ വൈകുന്നേരം ഇരുന്ന് പ്രിപ്പയർ ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ എക്സാം എഴുതിയില്ല കേട്ടോ, വേറെ കാര്യം. അപ്പൊ അന്നാണ് ഞങ്ങളിത് അറിയുന്നത്. പക്ഷെ ഇപ്പോഴേ ഇതുപോലുള്ള നമുക്ക് അവയർനെസ്സുകളും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളെപ്പോലുള്ള പല ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആ സാധ്യത മനസ്സിലാക്കാനും. എന്തായാലും ആസ് യൂഷ്വൽ ഇപ്പൊ നമ്മൾ പലരും ചെയ്യുന്നത് എന്താ, +2 കഴിഞ്ഞു, ഒരു ഡിഗ്രി സെലക്ട് ചെയ്തു. അങ്ങനെ ഡിഗ്രി സെലക്ട് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയൊക്കെ നീ ആലോചിച്ച് നോക്കി. ഞാൻ ചുമ്മാ തമാശക്ക് അവരോട് പറയാറുണ്ട്, നമ്മളെ മുന്നിൽ 2 ഹോട്ടലുണ്ട്. ഒന്ന് നോർമൽ ഹോട്ടലും ഉണ്ട്, ഒന്ന് 5 സ്റ്റാർ ഹോട്ടലും ഉണ്ട്. രണ്ടും ഒരേ പ്രൈസാണ്. നമ്മൾ ഏതാ ചൂസ് ചെയ്യുക? എന്തുകൊണ്ടല്ലേ നമുക്ക് 5 സ്റ്റാർ എന്തുകൊണ്ട് ചൂസ് ചെയ്തോളൂ? അതാണ് ഇപ്പോൾ നമ്മൾ ഏതാ ഡിഗ്രി എടുക്കാൻ വേണ്ടി പോവാം. ഏറ്റവും ബെസ്റ്റ് നീ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ആസ് എ 4 വർഷം നമ്മൾ അവിടെ പഠിച്ച് ഇറങ്ങുമ്പോൾ ആസ് എ ഹ്യൂമൻ ബീങ് എന്ന രീതി നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പ്ലോഷൻ ഉണ്ട് അല്ലേ? അത് ചിലപ്പോൾ നമുക്ക് നാട്ടിൽ കിട്ടാത്തൊരു സാധനം. നമുക്ക് നീ പറഞ്ഞ നമ്മളെ ലോകം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ചിലപ്പോൾ ഇപ്പൊ കുറച്ചും കൂടി വലുതാണ്, നമ്മൾ അതിൽ കുറച്ചും കൂടി ചെറുതാണ്. അപ്പൊ നമ്മൾ ഒന്നും കൂടി നന്നായി പ്രിപ്പയർ ചെയ്യണം, നമ്മൾ നമ്മുടെ ആ രീതിയിൽ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യണം. അതിനുള്ള റിസോഴ്സ് പല ആളുകളും പല സൈഡിൽ നിന്ന് പല ഉറക്കമൊഴിച്ച് അവർ പഠിക്കാൻ റെഡിയായി വരുമ്പോൾ നമ്മളും ആ ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, സ്വയം ഒന്ന് ലെവലപ്പ് ആവാൻ കൂടി നമുക്കൊരു അവസരം അവിടെ കിട്ടും. അപ്പൊ ഞാനത് ചോദിച്ചത് ഇപ്പൊ ലൈബ്രറീസും മറ്റു റിസോഴ്സൊക്കെ എങ്ങനെയാണ് അവിടുത്തെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ, ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ? എന്റെ കോളേജിൽ ഏറ്റവും അടിപൊളി വലിയ ലൈബ്രറിയാണ്. ഭയങ്കര ഭയങ്കര നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ഹിസ്റ്ററി ബേസ് ചെയ്ത് ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട്. അപ്പൊ ഞാൻ സ്ഥിരം ഞാനിപ്പോ ഇവിടെ ഇന്റർണൽസിന് പഠിക്കാൻ തന്നെ ലൈബ്രറിയിലാണ് യൂസ് ചെയ്യുന്നത്. നല്ല രസമാണ് അവിടുന്ന് പഠിക്കാൻ. നല്ല കാമായിട്ടൊരു ഏരിയ ആണ്. പിന്നെ അറിയാലോ, ഹിസ്റ്ററി ആണ്, കുറെ വായിക്കാനുണ്ട്. ഉം. ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് ഒക്കെയാണ് എന്റെ സബ്ജക്ട്സ്. അപ്പോൾ ഇഷ്ടംപോലെ വായിക്കാനുണ്ട്. അല്ല, ഏതൊക്കെയാണ് നിങ്ങളിപ്പോ കാരണം നമ്മൾ ഫസ്റ്റ് ഹിസ്റ്ററി സിലബസ് ഒരു ഒക്കെ എവിടേക്കാണ് കവർ ചെയ്ത് പോകുന്നത് ഹിസ്റ്ററിയിലെ? ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആണ് എന്റെ കോർ സബ്ജക്ട്. ഏതാണ് മെഡീവൽ രണ്ടാമത് ഇന്ത്യ? സോഷ്യൽ ഫോർമേഷൻ. മെഡീവൽ ഇന്ത്യ, ഹാരപ്പൻ സിവിലൈസേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ ഓക്കെ. പിന്നെ ഒരു സോഷ്യൽ ഫോർമേഷൻ ആണ്. സോഷ്യൽ ഫോർമേഷൻ എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ട്.
പിന്നെ ഹിസ്റ്ററി ഓഫ് യു എസ് എ ഒരു ചരിത്രം. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഞാൻ ഒരു ഫിലോസഫി ക്ലാസ്സിലുണ്ട്, ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ആ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ വാല്യൂസ് എന്ന് പറയുന്ന ഫിലോസഫി ക്ലാസ്, ഏറ്റവും ആ അടിപൊളി ക്ലാസ് ഫിലോസഫി ക്ലാസ് ആണ്. നല്ല ഓക്കെ. ഡിബേറ്റ് വരുന്ന ഒരു ക്ലാസ് ആണ്, ആ നല്ല യെസ്, അത് രസമാണ്. നമുക്ക് രസം. കാരണം ഡിസ്കഷൻ വരുമ്പോ ഐഡിയാസ് ഇങ്ങനെ മനസ്സിൽ കെട്ടി പിടിക്കാനുള്ള സാധനമല്ല. അത് നമുക്ക് ഇങ്ങനെ ഡിസ്കഷനുള്ള ആളുകളോട് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്ത് പിന്നെ നമുക്ക് ഒരു ഐഡിയ, ഈ പറഞ്ഞ നീ ഇപ്പോൾ പഠിക്കുന്ന ഓരോ കൺസെപ്റ്റ് ആണെങ്കിലും ഇപ്പൊ എസ്പെഷ്യലി ഈ പൊളിറ്റിക്സ് ഒക്കെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ പറഞ്ഞ കാര്യം, ഇത് വെറും എക്സാമിന് വേണ്ടി മാത്രമുള്ള ഒരു സാധനമല്ല. ഇത് എക്സാം എഴുതാൻ വേണ്ടി തീർച്ചയായിട്ടും. മാത്രമുള്ള ഒരു പേപ്പർ അല്ലത്. ആസ് എ ഹ്യൂമൻ ബീങ് ഇന്ത്യയിലെ ഓരോ സിറ്റിസണും ഏറ്റവും ബേസിക് അറിഞ്ഞ് ഇപ്പൊ നിങ്ങളെ +1 +2 ടെക്സ്റ്റ് ബുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടെക്സ്റ്റ് ബുക്കാണ്. കാരണം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ശരിക്കും 1990 വരെയുള്ള ഒരു കോമൺ ആ ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട ബേസിക് പൊളിറ്റിക്സ് അതിൽ പറയുന്നത്. മൊത്തം ഒരു ടെക്സ്റ്റ് മൊത്തം ഇന്ത്യയെ പറ്റി പറയുന്നുണ്ട്, ഒരു ടെക്സ്റ്റ് മൊത്തം വേൾഡ് പൊളിറ്റിക്സ് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് കേൾക്കാനും ഡിബേറ്റ്സും ഈ വായിക്കാനും കേൾക്കാനൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് എന്തായാലും നിന്റെ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് മനസ്സിലാവുണ്ടായത്. ഞാൻ ചോദിക്കട്ടെ, പിന്നെ എങ്ങനെയാണ് ഹോസ്റ്റലും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ? ഞാനൊരു അപ്പാർട്ട്മെന്റ് എടുത്താണ്, നമ്മളെ മലയാളി ഫ്രണ്ട്സുമായിട്ട് ഒരു ആ 7 പേരുണ്ട്, നമ്മൾ ആ അങ്ങനെയാണ് സംസാരിക്കുന്നത്, ഓക്കെ, താമസിക്കുന്നത്. അവിടെയാണുള്ളത് അല്ലെ? പക്ഷെ കാരണം ഹോസ്റ്റൽ ഞാനിപ്പോ സൗകര്യം നിൽക്കുന്ന ഇല്ല ഒരു അവിടെ ഡൽഹി? അങ്ങനെ 1 മണിക്കൂർ എന്തെങ്കിലും പുറകിൽ. ഇഷ്യൂസ് ഉണ്ടോ അവിടെ ഹോസ്റ്റലിൽ? കോളേജ് ഹോസ്റ്റലില്ല, അല്ലാതെ കുറെ പി ജിസ് ഉണ്ട്, ആ, കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് ഹോസ്റ്റൽ എന്നാലും ഇല്ലാന്ന്? എല്ലാരും ചൂസ് ചെയ്യുന്നത് ഹോസ്റ്റൽ ഇല്ലാത്ത വിഷയമാണോ ന- ഹോസ്റ്റൽ? അങ്ങനെ വിഷയമില്ല, എന്റെ കോളേജിൽ ഹോസ്റ്റല് പ്രൊവൈഡ് ചെയ്യുന്നിട്ടില്ല. പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഓക്കെ, അങ്ങനെ അല്ലെ? ഇല്ല. അപ്പൊ ഇതേപോലെ ആ, ഒരു വേറെ കോളേജിലൊക്കെ സംസാരിച്ചു. ഉണ്ട്. എനിക്ക് മുന്നത്തെ ഒരു ഉം. ഹോസ്റ്റലിന്റെ ഒരു വിഷയം പറഞ്ഞു. ഐ മീൻ ഹോസ്റ്റൽ കോളേജിന് ഇല്ല എന്നുള്ള, ഇഷ്ടം പോലെ പി ജിസും കാര്യങ്ങളും അവൈലബിൾ ആണെന്ന് പറഞ്ഞു. ഇഷ്ടംപോലെ, തീർച്ചയായിട്ടും ഇഷ്ടംപോലെ പി ജിസ് ഉണ്ട്. പക്ഷെ എല്ലാരും ഒരു അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റ് ഇതണൊക്കെ എടുത്താണ് താമസിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടി കൺവീൻസ് കാര്യം അതായിരിക്കും അല്ലെ? നമ്മളിപ്പോ കുക്ക് ചെയ്യുന്നത്, ഇപ്പൊ എനിക്ക് നാട്ടിൽ നിന്നപ്പോ കുക്കിംഗ് ഒന്നും അറിയില്ല, ഇപ്പൊ അത്യാവശ്യം കുക്കിംഗ് എനിക്കറിയാം. കാരണം നമുക്ക് വിശക്കുമ്പോൾ നമ്മളായിട്ട് ഉണ്ടാക്കാൻ ആ, കഴിക്കണമല്ലോ. പിന്നെ എങ്ങനെയാണ്, പിന്നെ ഞാൻ ചോദിക്കാൻ വിട്ടത് തുടക്കത്തിൽ ചോദിച്ചിരുന്നു, കോളേജിൽ ഒരു വൈബ് റാഗിങ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ? അങ്ങനെ ഒരു പരിപാടി ആയിരുന്നില്ല. സീനിയേഴ്സ് ഒക്കെ നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. മലയാളീസ് എന്ന് പറയുമ്പോൾ അവർ മലയാളം പഠിപ്പിക്കോ. അപ്പൊ നമ്മളെ ഓക്കെ. കാണുമ്പോൾ പറഞ്ഞാ ഹലോ സുഖമാണോ എന്ന് നമ്മളെ ചോദിച്ചിട്ടാണ് കോളേജിൽ വരുന്നത്. കാണുന്ന പ്രേമം സ്റ്റൈൽ വൈബ് ഒന്നും അവിടെ ഇല്ല അല്ലെ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും നല്ല പ്രൊഫഷണലി ഒരു ലൈക്ക് പോകുന്ന ആളുകൾ. ആ, തീർച്ചയായിട്ടും. എല്ലാരും ഭയങ്കര സ്നേഹമാണ്, മലയാളീസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച്. ഓക്കെ. പിന്നെ അങ്ങനത്തെ നല്ല സുരക്ഷാ സ്ഥലം പ്രശ്നങ്ങളോ നമ്മളെ അങ്ങനത്തെ കൊണ്ടുപോകും. കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഐ മീൻ നമ്മൾ വേറെ സ്ഥലത്ത് ഇല്ല ഇല്ല പോകുമ്പോഴുള്ള ഇല്ല കോളേജ്. എങ്ങനെയാണ് നീ ഇല്ല ഇല്ല, അങ്ങനെ ഒരു നിൽക്കുന്ന പ്രശ്നമൊന്നും സ്ഥലവും പേടിക്കണം. ക്യാമ്പസും കാര്യങ്ങളൊക്കെ ഫുൾ ഓൺ ആണ്? ആ, ഓണാണ്. ഞാൻ നിൽക്കുന്നത് കോളേജിൽ നിന്ന് ഒരു 6.1 കിലോമീറ്റർ മാറി ഒരു ലക്ഷ്മി നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ്. 6 പോയിന്റ് എങ്ങനെയാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവിടെ ഒക്കെ എങ്ങനെയാ? ബസ്സാ? ബസ്സാണ്, ബസ് ഉണ്ട്, മെട്രോ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് പാസ് എടുത്തു കഴിഞ്ഞാൽ ബസ്സിൽ നമുക്ക് ആ പാസ് കാണിച്ച് പോവാം. ഓക്കെ. 24 hours എവിടെ വേണമെങ്കിലും പോവാം, കോളേജിൽ മാത്രമല്ല, ട്വന്റി ആ ഫോർ അവേഴ്സ് നമുക്ക് എവിടെ കറങ്ങാൻ വേണമെങ്കിലും പോവാം. ഉം. എന്താണ് ഈ പിന്നെ മെട്രോ ബാക്കി ഉണ്ട്. എങ്ങനെ കോളേജ് ടൈം എങ്ങനെയാ വരുന്നത്? മൺഡേ ടു ഫ്രൈഡേ ആണ്? കോളേജ് ടൈം എനിക്ക് ക്ലാസ് വരുന്നത് രാവിലെ 11 AM തൊട്ട് ഒരു 1 PM 2 PM വരെ ഉള്ളൂ. അതിനുശേഷം എനിക്ക് ക്ലാസ് ഇല്ല. 11 മണി മുതൽ 1 മണി വരെ? അത് 1 മണി നല്ല വരെ, ചില സമയമല്ല, നമുക്ക് ദിവസങ്ങളിൽ ഇഷ്ടം 11 പോലെ മണി വരെ. ഉറങ്ങി ഇഷ്ടമുള്ള സമയത്ത് എണീക്കാൻ പറ്റിയ ടൈം. ഓക്കെ, ഞാനൊക്കെ കോളേജ് പോണ ചില ടൈമാണ്. ദിവസങ്ങളിൽ ട്യൂസ്ഡേ എനിക്ക് 11 മണി തൊട്ട് 12 മണി വരെ ഒരു ക്ലാസ് ഉള്ളൂ. ഒരു ഓക്കെ. മണിക്കൂർ ഒരു ക്ലാസ്. ആഫ്റ്റർ ദാറ്റ്? ആ ക്ലാസ് എന്ന് പറഞ്ഞാല് ആഫ്റ്റർ ദാറ്റ് എന്താ, നമ്മൾ വീട്ടിൽ വരില്ല, നമ്മൾ ഹിന്ദിക്കാരുമായിട്ട് അവിടെ ഇരിക്കും, സംസാരിക്കും, എവിടെയെങ്കിലുമൊക്കെ പോവും, അവരെ ഫുഡ് കഴിക്കും, അങ്ങനെയുള്ള പരിപാടിയാണ്. ഓക്കെ, അത് നീ ഈ എന്തോ പറഞ്ഞു 11 AM ക്ലാസ്സിൽ. തൊട്ട് മനസ്സിലായില്ല. നീ ക്ലാസ്സിന്റെ കാര്യം എന്തോന്ന് പറഞ്ഞല്ലോ അപ്പൊ? അത് ക്ലാസ് എന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ 1 മണിക്കൂർ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ സാർ പഠിപ്പിക്കില്ല. ആ അരമണിക്കൂർ പഠിപ്പിച്ചിട്ട് സാറിന്റെ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അങ്ങനെയുള്ള ഒരു സംഭവമാണ്. കാരണം ഫോർമൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല സാറ് ഓക്കെ. കുട്ടികൾ. ഭയങ്കര സാർ അവരുടെ വിശേഷങ്ങൾ, നമ്മുടെ വിശേഷങ്ങൾ ചോദിക്കും. ഇപ്പൊ എന്റെ അടുത്ത് തന്നെ കേരളത്തിനെ പറ്റി ചോദിക്കും. ഓക്കെ. സാർ പഠിച്ചു വന്നത് എങ്ങനെയാണ്, സാർ ഇനി ഇങ്ങനെ ഓരോ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യണം, അത് സാറിന്റെ അടുത്ത് വന്നാൽ മതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രൊഫസർ ശരിക്കും സംസാരിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് ഒരു മെന്റർഷിപ്പ് പോലെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ടീച്ചേഴ്സിന്റെ വിഷൻസ് അവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന രീതിയിൽ അല്ലേ? ഓക്കെ. ഓക്കെ. പിന്നെ ഞാൻ ചോദിച്ചു, പിന്നെ ഈ സൺഡേസും സാറ്റർഡേസും ഒക്കെ എന്താ പരിപാടി? സാറ്റർഡേ എനിക്ക് കോളേജിൽ ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും എവിടെയെങ്കിലും ഒക്കെ പോകും. ഓക്കെ. സാറ്റർഡേ തന്നെ എന്തെങ്കിലും സാറ്റർഡേ നമ്മൾ ഉറങ്ങി എണീറ്റ് ഒരു ഉച്ചയാവും. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഇന്ത്യ ഗേറ്റ് ഉണ്ട്, എന്റെ കോളേജ് ന്യൂഡൽഹിയിൽ സെൻട്രലാണ്. എന്റെ ലെഫ്റ്റിലോട്ട് ഇരുന്ന ഇന്ത്യ ഗേറ്റ്, റെഡ് ഫോർട്ട്, ജമാ മസ്ജിദ് ഇങ്ങനെ അടുത്താണ്. എവിടെ വേണമെങ്കിലും നടന്നു പോകാൻ ദൂരമേ ഉള്ളൂ കോളേജിൽ നിന്ന്. അപ്പൊ ഡൽഹി വരെയാണ് നിന്നെ വിളിച്ചാൽ നമുക്ക് അവിടെ മൊത്തം ചുറ്റി കറങ്ങാം അല്ലേ? തീർച്ചയായിട്ടും ചുറ്റിക്കറങ്ങാം. എന്തായാലും ഞാനൊന്ന് പ്ലാൻ ചെയ്യണം മൊത്തം. പിന്നെ അതുപോലെ ശരിക്കും ഞാൻ ഇപ്പൊ ഒരു
നീ ഇപ്പോ ഇവിടെ കഴിഞ്ഞ് ഇപ്പം ശരിക്കും ഒരു ഇപ്പൊ എത്രയാ ഒരു 5-6 മാസമായല്ലോ അവിടെ അഡ്മിഷൻ എടുത്തിട്ട്? ആ, അതെ. എന്താണ് നിന്റെ ഒരു 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 ഫോർ ചേഞ്ച് ഫൈവ് ചെയ്ത മന്ത്സ് ഒരു വിഷൻ എന്താ അവിടെ എത്തിയതിനു ശേഷം? അവിടെ എത്തിയതിനു ശേഷം നമ്മള്, കാരണം കൂടുതലും കേരളത്തിൽ നമ്മൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുക, അതേ ഉള്ളൂ. ഇവിടെ എൻ്റെ അടുത്ത് ഫസ്റ്റ് സാർ വന്നപ്പോൾ പഠിക്കാനായിട്ട് മാത്രമല്ല എക്സ്പ്ലോർ ചെയ്യാനായിട്ടും ഡൽഹി വരണമെന്ന് എൻ്റെ അടുത്ത് സാർ പറഞ്ഞു, പ്രൊഫസർ പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ അല്ലേ? അപ്പൊ എന്തായാലും ഈ ആ, പിന്നെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ പരിപാടികളൊക്കെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തണോ, നിന്റെ എഴുത്തോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ? ഇല്ല, ഇതുവരെ അങ്ങനൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ ഒരു NGOയുടെ കാര്യങ്ങൾ ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈൻ ഫൈൻ. കുറെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ. ക്യാപിറ്റൽ സിറ്റിയിൽ അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അല്ലേ? ഉം. ഓക്കെ, സി. പിന്നെ ഞാൻ കുറെ പേപ്പറിലൊക്കെ നിന്നോട് ചോദിക്കാൻ എന്തൊക്കെ എഴുതിക്കൊണ്ട്, പക്ഷെ അതൊക്കെ ഞാൻ ചോദിച്ചില്ല കേട്ടോ ഒരു സാധനം. നമ്മൾ ആസ് യൂഷ്വൽ കാഷ്വൽ ആക്കി ഒന്നുമില്ല ഇതിലിപ്പോ എന്താ. കോളേജ് ഒന്നുമില്ല, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉള്ളു അല്ലേ? ഓക്കെ. പിന്നെ ഇതൊന്നുമില്ല, എന്ത് എഴുതി കൊണ്ടുവരാൻ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ അവിടെ, നമ്മൾ ജസ്റ്റ് ലൈക്ക് ഒരു കാഷ്വൽ ടോക്ക് ഉണ്ടല്ലോ. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ലാസ്റ്റ് നമുക്ക് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതേപോലെ ഒരുപാട് ആൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ CUT എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട്. എന്താണ് അവരോട് ലാസ്റ്റ് ആയിട്ട് ഒരു ഒരു അത് എഴുതി അച്ചീവ് ചെയ്ത് ആ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഇല്ലാതെ ഫൈനൽ അഡ്വൈസ്? ഫൈനൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ എന്റെ മനസ്സിൽ ഞാൻ ബെസ്റ്റ് ആണ്. ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കോട്ടാണ്. ഞാൻ എല്ലാ ബുക്കിലും ഇപ്പൊ CUT ബുക്കിലെല്ലാം ഫസ്റ്റ് എഴുതുന്നത് ഞാൻ ഇങ്ങനെയാണ്: ഇൻ മൈ മൈൻഡ് ഐ എം ആൾവേസ് ദ ബെസ്റ്റ്. മനസ്സിലായി? അത് നമ്മളിൽ വിശ്വസിച്ചാൽ ഒരു പ്രശ്നമില്ല. ഇപ്പൊ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമെങ്കിൽ എന്തൊക്കെയാലും ഇത് കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇവിടെ എത്താൻ പറ്റും. ഓക്കെ, സിമ്പിൾ, വളരെ കോമ്പറ്റീഷൻ സിമ്പിൾ ആയോ? തീർച്ചയായിട്ടും. സോ എനിവേ, അപ്പോ നമ്മള് കുറച്ചു നേരം നമ്മളുമായി സംസാരിച്ച പിന്നെ നമ്മുടെ ഫാബിസ്, എന്തായാലും ഫാബിസിനെ ഇടക്കിടക്ക് ഇനിയും വിളിക്കും. ഇത് ജസ്റ്റ് ഒരു തുടക്കം, നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് തീർച്ചയായും. ടോപ്പിക് ഇനി ഡിസ്കസ് ചെയ്യണം. അപ്പൊ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അവനവിടെ എത്താൻ പറ്റിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും എന്നുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മൾ എത്രത്തോളം ഒരു കാര്യത്തിന് പുറകെ ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്നു, നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുണ്ടോ, അത് നമ്മൾ അവിടെ എത്തിക്കും. അപ്പോൾ ഈ CUT ആയിക്കോട്ടെ, ഏതുതരം എക്സാം ആയിക്കോട്ടെ, നിങ്ങൾ ആ രീതിയിൽ ഹാർഡ് വർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. പിന്നെ താങ്ക് യു സോ മച്ച് ഫാബിസ്. അപ്പോൾ എന്തായാലും ഇത് കുട്ടിക്ക് താങ്ക് യു സാർ. ഹെൽപ്ഫുൾ ആയിരിക്കും, ഒരു സംശയമില്ല. നമ്മളിത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കൺസേൺ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. അത് ഞാൻ ഫാബിസിനോട് ചോദിക്കാനുള്ള കാര്യമാണെങ്കിൽ ഞാൻ ചോദിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ തന്നെ എന്റെ ഐഡിയ നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇത് തുടക്കമാണ് ശരിക്കും നമ്മുടെ ഈ ഒരു ഇത്തരം സെഷൻസ്. കാരണം ഇത്തരം ഇതിലൂടെ ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് പുതിയ അറിവുകളും അതുപോലെ തന്നെ CUT ഒന്നും കൂടി എത്താനുള്ള എന്താ ഒരു ഇൻസ്പിറേഷൻ ആവുന്ന യാതൊരു സംശയമില്ല. അപ്പൊ ഇനിവേ, നമുക്ക് വേണ്ടി അല്പസമയം ചെലവഴിച്ച ഫാബിസിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കാണാം. താങ്ക് യു സോ മച്ച്. തീർച്ചയായും. ഓക്കെ, ഓക്കെ. ഓക്കെ, ബൈ, താങ്ക് യു.